നമസ്കാരം കൂട്ടുകാരെ. മഴക്കാലമാണ്, വളരെയധികം ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന കാലമാണ്. വളരെ സൂക്ഷിക്കുക. എനിക്ക് തന്നെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷനും പനിയോടുകൂടിയാണ് വന്നത്. അത് പിന്നെ ലോവർ ഇൻഫെക്ഷനായിട്ട് മാറി. ഇപ്പോഴത്തെ പലതരം വൈറസുകളുണ്ട്. റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, അതുപോലെയുള്ള ഇൻഫ്ലുവൻസ വൈറസൊക്കെ വളരെയധികം കോമൺ ആണിപ്പോൾ. അതുകൊണ്ട് കഴിയുന്നതും പൊതു സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് വയ്ക്കുക. അതുപോലെ തന്നെ കെട്ടിക്കിടക്കുന്ന ജലങ്ങളിൽ കുളിക്കാതിരിക്കുക. നിങ്ങളുടെ ടാങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. കാരണം നമുക്കറിയാമല്ലോ, ബ്രെയിൻ ഈറ്റിംഗ് അമീബയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ ഡോക്ടറോട് മാത്രം പറയുകയാണ്, നിങ്ങൾക്ക് ഞാൻ ഇതുവരെ നിങ്ങളുടെ സുഹൃത്തായിട്ട് മാത്രമേ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളൂ. പക്ഷേ കുറേ പ്രിക്കോഷൻസ് നിങ്ങൾ എടുക്കണം. വെളിയിൽ നിന്ന് ജ്യൂസോ ആഹാരങ്ങളോ ഒന്നും കഴിക്കാതിരിക്കുക. വീട്ടിലുള്ള ചൂടുള്ള ആഹാരം മാത്രം കഴിക്കുക കേട്ടോ. അങ്ങനെ വരുമ്പോൾ ഹെപ്പറ്റൈറ്റിസും അങ്ങനെയുള്ള പല അസുഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിട്ടുമാറാൻ സാധിക്കും. ഈ മാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഈ പൊതു സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് വെച്ചുകൊണ്ട് തന്നെ പോവുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ പിന്നീട് നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയില്ല, ഇൻഫ്ലുവൻസ വൈറസ് പല തരത്തിലുണ്ട്. അതുപോലെ തന്നെ ആദ്യം വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് സെക്കൻഡറി ബാക്ടീരിയ ഇൻഫെക്ഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ടതായിട്ട് വരും. അത് പിന്നെ ന്യൂമോണിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ട്രോങ് ആൻറ്റിബയോട്ടിക്സ് കൊണ്ടേ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ നമുക്ക് വയറിൻ്റെ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ്, ഫുഡ് പോയ്സണിങ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളൊരു സമയമാണ്. അതുകൊണ്ട് വെളിയിൽ പ്രത്യേകിച്ചും നോൺ വെജ് ആഹാരങ്ങൾ പുറത്തുനിന്ന് കഴിക്കാതിരിക്കുക. അതിൽ നിന്നും നമുക്കറിയാമല്ലോ, നമ്മുടെ ഹോട്ടലിലെ ശുചിത്വമൊക്കെ പല ചാനലുകളിലൂടെ നമ്മൾ കണ്ടതാണ്. അത്തരം ഫുഡുകളൊന്നും കഴിക്കാതെ കഴിയുന്നതും വീട്ടിൽ ഫ്രഷായിട്ടുള്ള ഫിഷും അതുപോലെ ചിക്കൻ അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ വീട്ടിൽ പാചകം ചെയ്ത് കഴിക്കുക. അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കഴുകുക. ഈ വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ പുറത്ത് അമീബ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വളരെ നാളെ നീണ്ടു നിൽക്കുന്ന വയറുകടിയും മറ്റുമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മുട്ട നല്ല വേവിച്ച് നല്ല ബോയിൽ ചെയ്ത് മാത്രം കഴിക്കുക. അല്ലെങ്കിൽ ഷിഗലോസിസ്, അതുപോലെ സാൽമണല എന്ന് പറയുന്ന ബാക്ടീരിയ ഒക്കെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് വൊമിറ്റിങ്ങും ഛർദിലും അതുപോലെ വയറിളക്കമായിട്ട് നമ്മൾ ദിവസങ്ങളോളം ഹോസ്പിറ്റലൈസ്ഡ് ആവും. നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം മുഴുവൻ മറന്നു പോകും. അതുപോലെ തന്നെ വയറിളക്കമോ ഛർദിയോ വന്നു കഴിഞ്ഞാൽ ORS എടുക്കാനായിട്ട് വിട്ടുപോകരുത്. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ORS എടുക്കാം. ഒരു കപ്പ് വെള്ളത്തിൽ, ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇളക്കിയിട്ട് അത് കുടിക്കുക. എപ്പോഴും ജലാംശം നിലനിർത്തണം. അതുപോലെ തന്നെ ഈ സമയത്ത് തണുപ്പുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ഐസ്ക്രീം പോലെയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. ചൂടുള്ള ആഹാരങ്ങൾ കഴിക്കുക. വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കാതിരിക്കുക. കാരണം ഫംഗസിന് അപ്രാപ്യമല്ല നമ്മുടെ ഫ്രിഡ്ജെന്ന് പറയുന്നത്. 2 ദിവസത്തിൽ കൂടുതൽ ഒരാഹാരവും ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു ആരോഗ്യപരമായിട്ടുള്ള ഈ മഴക്കാലവും ഓണവും ഒക്കെ കൊണ്ടാടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പനി പിടിച്ച് കിടക്കുകയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.